ഉച്ചയായിട്ടും ഇന്നത്തെ ജോലികൾ ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഉച്ചഭക്ഷണവും വീട്ടിലെ കുറച്ച് ജോലികളുമായി ഇന്നത്തെ ദിവസം അങ്ങനെ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് കരുതി കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? അപ്പോഴേ ഇന്നാണെങ്കിലുണ്ടല്ലോ നല്ല വെയിലൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കരുതി കുറേ നാൾ കൊണ്ട് ഇങ്ങനെ തുണികളൊക്കെ കുറച്ചൊക്കെ കൂട്ടി കൂട്ടി വെച്ചേക്കുമായിരുന്നു. കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, മഴയാണ്. പിന്നെ എന്റെ ഷെഡിനകത്ത് കുറെ അതിനകത്ത് കൊള്ളുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അതിന് കൊള്ളുന്ന കുറച്ച് തുണികൾ അതിലും കഴുകിയിടാമല്ലോ. അപ്പം അത് അതിനകത്ത് നിറഞ്ഞ തുണികളെല്ലാം എടുത്ത് വെയിലത്തിട്ട് ഉണക്കി. പിന്നെ കുറെ കൂട്ടി വെച്ചിരുന്ന തുണികളൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെയിലത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കി. പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള പ്ലാനാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കരുതി അങ്ങനെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പൊ എന്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരെയും ഞാൻ ടേസ്റ്റ് ഡയറിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കവറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാലോ. എന്തൊക്കെയുണ്ടെന്ന് നോക്കി ഒന്ന് ഒതുക്കി പറക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ട് മാറ്റി വെക്കാം കേട്ടോ. ചെറിയ കാര്യങ്ങളാണ് ഇവയൊക്കെ എങ്കിലും എന്നും ചെയ്യുന്ന ജോലികളാണ് ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിയായിരുന്നു, സൺഫ്ലവറിൻ്റെ ഓയിൽ വാങ്ങിയായിരുന്നു, പിന്നെ റോബസ്റ്റ് പഴം ഉണ്ടല്ലോ, പച്ചച്ചിങ്ങൻ പഴം, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർത്തമ്മ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വാങ്ങിയതാണ്. പിന്നെ പാലും തൈരും മുട്ടയും പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സുന്ദരിക്കായിട്ടുള്ള സർപ്രൈസാണ്. അങ്ങനെ പിന്നെ മുട്ട നമ്മുടെ വീട്ടിൽ മസ്റ്റാണ്. മുട്ടയും തൈരും നമ്മുടെ വീട്ടിൽ മസ്റ്റാണ്. കാരണം പാർത്തിന് സ്കൂളിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുട്ട സ്ഥിരം നമ്മുടെ വീട്ടിൽ കാണും കേട്ടോ. നല്ല നാടൻ കോഴിമുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അതൊക്കെ നമുക്കൊന്ന് പറക്കി ഒതുക്കി വെക്കേണ്ട സ്ഥാനങ്ങളിൽ വെക്കാം. പാലും തൈരും പിന്നെ കുറച്ച് മുട്ടയും സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് കയറ്റാം. പുറത്ത് വെച്ചാൽ ചീത്തയാവുന്ന സാധനങ്ങളൊക്കെ ആണെന്നല്ല വീട്ടമ്മമാർക്കും അറിയാം. എങ്കിലും ഞാൻ എൻ്റേതായ ഒരു അവലോകനം ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം മുട്ടയൊക്കെ പറക്കി നമുക്ക് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് പഴം കൂടി എടുത്ത് വയ്ക്കാം. അവൻ വൈകിട്ട് വരുമ്പോഴത്തേക്കിനും എടുത്താൽ മതിയല്ലോ. ആ ഒരു സമയത്തേക്ക് ഒന്നാമത് ഇപ്പോഴത്തെ അന്തരീക്ഷം മോശമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കണ്ണീച്ച വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതിനകത്തൊക്കെ മുട്ടയൊക്കെ ഇട്ട് പുഴുവൊക്കെ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കാം. ഇന്നെന്തോ നമ്മുടെ സൂര്യഭഗവാൻ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഇന്ന് അധികം മഴ അങ്ങനെ പെയ്തിട്ടില്ല. നല്ല രീതിയിൽ നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൻഡിങ്ങിലിട്ടിരുന്ന ജോലിയായിരുന്നു തുണി അലക്കൽ എന്നുള്ളത്. നമ്മൾ ഷെഡിനകത്ത് കൊണ്ടുവന്ന് കുറേ തുണികൾ കൊണ്ടുവന്ന് ഇടുമെങ്കിലും അതിനകത്ത് കൊള്ളുന്ന ഒരു പരിധിയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടും പിന്നെയും തുണികളുണ്ടായിരുന്നു. അപ്പോൾ ആ തുണികളൊക്കെ ഇന്ന് പെൻഡിങ്ങിലിട്ടിരുന്നതായിരുന്നു. ആ തുണികളൊക്കെ ഒന്ന് അലക്കി കൊണ്ടുവന്നൊന്ന് വിരിച്ചിടാമെന്ന് കരുതി. നല്ല വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോഴത്തേക്കിനും തുണി അലക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു അശ കെട്ടിയിട്ടുണ്ട്. അശയാണോ അയയാണോ എന്തോ ഞാൻ അശയെന്നാണ്, ഞങ്ങളിവിടെ അശയെന്നാണ് പറയുന്നത്. അശ കെട്ടിയിട്ടുണ്ട്. അശയ്ക്കകത്ത് കൊണ്ട് നൂത്തിട്ടിട്ടുണ്ട്. നല്ല വെയിൽ വരുന്ന സ്ഥലമാണ്. വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഉണങ്ങിക്കിട്ടും. ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ സുന്ദരിക്കുള്ള സർപ്രൈസ്. നമ്മൾ ക്യാറ്റ് ഫുഡ് വാങ്ങിച്ചായിരുന്നു. സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയ സമയത്ത് ക്യാറ്റ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കായിട്ടുള്ളത്, അവളുടെ ഫുഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവൾ വരുമ്പോൾ അവൾക്ക് കൊടുക്കാം. ഇപ്പോൾ ആളിവിടെ ഇല്ല, പുറത്തെങ്ങാണ്ട് പോയേക്കാണ്. വരുമ്പോൾ കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് മീനുണ്ട് കേട്ടോ ഇന്ന് ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഭവമാണ് മീനല്ലേ. അപ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ മീൻകറി വെക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ. അങ്ങനെ മീൻ കറി ഞാൻ മുളകിട്ട് വെക്കാമെന്ന് കരുതി. അങ്ങനെ മുളക് മസാലയൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് അധികം അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് മീൻ കറി വെക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്ത് നല്ല മീനെന്ന് വെച്ചാൽ ഒരുവിധം വലിയ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയില, ചെങ്കലവ, മങ്കട അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തല എടുത്ത് കളയാറില്ല, കറിക്കകത്തും എടുത്തില്ല. അത് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കൊരു തോരനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പാലായിരുന്നു കേട്ടോ. ഇത് ഫ്രിഡ്ജിനകത്തിലിരുന്ന് അങ്ങ് കറണ്ട് പോയപ്പം കട്ടിയായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനതെടുത്ത് ഉറയൊഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കി കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടി ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേനും നല്ല പുളിയൊക്കെയുള്ള നല്ല അടിപൊളി പച്ച തൈര് നമുക്ക് എടുക്കാമല്ലോ. നല്ല നാടൻ തൈര് നമുക്ക് എടുക്കാമല്ലോ എന്ന് കരുതി. അപ്പം ഞാൻ കരുതിയെന്നാൽ എങ്കിൽ ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ സെറ്റായിട്ട് അങ്ങനെ അവിടെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ അതാണ് ഞാൻ ഈ ഒഴിച്ച്
വെച്ചത് കേട്ടോ. പിന്നെ ദാ നമ്മുടെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങൾ ദാ നമുക്ക് ചോറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻകറി, മുളകിട്ട് വെച്ച മീൻകറി, വെട്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരനായിരുന്നു ഉച്ചക്കത്തേക്ക് കേട്ടോ. ദാ ബീട്രൂട്ട് തോരൻ, പിന്നെ ആ മീനിൻ്റെ തല ഫ്രൈ ചെയ്തുകൊണ്ട്. അത് എന്താ മീനെന്നൊന്നും ചോദിക്കരുത്, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മളൊന്നും ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നാളത്തേക്കുള്ള ചെറിയ ഒരുക്കങ്ങൾ വേണ്ടേ. അതായത് എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നാളത്തേക്ക് വെളുപ്പിനത്തേക്ക് നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്നത് നല്ല എളുപ്പമാക്കാനും വേണ്ടിയാണ് ഞാൻ നമ്മുടെ കറിവേപ്പില പിച്ചാനായിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ശരിക്കും കറിവേപ്പുണ്ട്. ഇവിടെയും അതിൻ്റെ കുറച്ചുകൂടെ ബാക്കിലൊക്കെ മാറി നന്നായിട്ട് കറിവേപ്പ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കറിവേപ്പിലേക്ക് നമുക്ക് ക്ഷാമമില്ല. അങ്ങനെ എന്താ ഞാൻ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് മെഴുക്കുവരട്ടിക്ക് വേണ്ടി അരിഞ്ഞതാണ്. അതിങ്ങനെ ഒരു ടിന്നിനകത്താക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ തേങ്ങ, അത് ഞാൻ തേങ്ങയാണെങ്കിൽ തോനെ തിരുമ്മി വെക്കും കേട്ടോ. അപ്പോൾ ഇത് അന്ന് തിരുമ്മിയത് തീർന്നായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒന്നിച്ചങ്ങ് തിരുമ്മിയതാണ്. ഇതാകുമ്പോൾ തോനെയാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് അരയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. വെളുപ്പിനെയും കുറച്ച് ഈസി ആയിട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മുടെ കറിവേപ്പില നമ്മൾ പിച്ചിക്കൊണ്ട് വന്നത് അത് കഴുകിയായിരുന്നു കേട്ടോ. കഴുകി അതന്നെ നോക്കി പിച്ചിയതാണ്. നന്നായിട്ട് അതിനകത്ത് പുഴുവോ ഒന്നും ഇല്ലാത്ത തണ്ട് നോക്കി മാത്രമാണ് ഞാൻ പിച്ചിക്കൊണ്ട് വന്നത്. അപ്പോഴത്തേനും നമ്മുടെ പാർത്ഥം മോനെ ട്യൂഷനും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വന്ന പടിയെ ആൾ ഭയങ്കര ക്ഷീണിച്ചാണ് വന്നത്. വെള്ളമൊക്കെ മുക്കി കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കണം, അത്രയേ ഉള്ളൂ കാര്യം. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇതാ ഈ ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം പറക്കി അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ജോലികളെല്ലാം ഇവിടെ തീർന്നിരിക്കുന്നു കേട്ടോ. ഒരു സാധാരണ ദിവസത്തിലെ ചെറിയ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്തൊരു ഡയറിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.